ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ലാലേട്ട ഇമാതിരി കാട്ടാൻ കാണിക്കുന്നു എന്താണെന്നല്ലേ? അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. രജി സാറിനെ പോലെ ഗെയിമിനെ കുറിച്ച് അറിയുന്ന ആളോ, അഖിൽ മാരാറെ പോലെ വാക്സാമർത്ഥ്യവും, സാബുമോനെ പോലെ ബിഗ് ബോസിനോടുള്ള വീര്യമോ, മണിക്കുട്ടനെ പോലെ സൂപ്പർ സ്റ്റാറോ ഒന്നുമല്ല ജിൻഡോ. ഇവരെ പോലെ ഒന്നുമല്ല അദ്ദേഹം. സംസാരിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആ മനുഷ്യനെയാണ് ലാലേട്ടനും ആ ബിഗ് ബോസ് അണിയറപ്പുറത്തിലും അവിടെയുള്ള കണ്ടസ്റ്റൻസും കൂടി മാക്സിമം അദ്ദേഹത്തെ ദ്രോഹിക്കാൻ പറ്റുക അത്രയും ദ്രോഹിച്ചു. അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യുന്നു, അദ്ദേഹത്തെ മോശമാക്കുന്നു, പെണ്ണുപിടിയനാക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ പലപ്പോഴായിട്ട് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കളിയാക്കാൻ പറ്റുന്ന അവസരം അദ്ദേഹം നല്ലതായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ഒരു കണ്ടസ്റ്റൻസിനെ മാത്രം പൊക്കിക്കൊണ്ടുവരികയും മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ താത്തിക്കെട്ടുകയും ചെയ്യുന്നതാണ് ബിഗ് ബോസിലെ രീതി. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ബിഗ് ബോസിൽ അനീതിക്കെതിരെയാണ്. ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു മനുഷ്യനെ നിങ്ങൾ പറ, ഒരു മനുഷ്യനെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം ദ്രോഹിച്ചു. അവസാനം പെണ്ണുങ്ങളെ വരെ വെച്ച് അദ്ദേഹത്തിനെ ഇത് ചെയ്യുന്നു. അത്രമാത്രമൊന്നും അദ്ദേഹം അവിടെ ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് മാത്രം പുള്ളി ആരെയും ഒന്ന് ചെയ്തിട്ടൊന്നും എനിക്ക് ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട്. ആ ലൈവിൽ നടക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു മനുഷ്യനെ എത്രത്തോളം അപമാനിക്കുമോ അത്രത്തോളം അപമാനിച്ചു. ലാലേട്ടൻ ഉൾപ്പെടെ. ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറാണ്. നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വരെയാണ് ഈ മനുഷ്യനോട് ഇതുപോലെ ചെയ്തത്. പക്ഷെ സത്യം പറയാൻ ലാലേട്ടൻ വെറുത്തുപോയി. നിങ്ങളെ വെറുത്തുപോയി. ഞാൻ മാത്രമല്ല, കോടിക്കണക്കിന് പ്രേക്ഷകർ വെറുത്തുപോയി. നിങ്ങളെ അങ്ങനെയല്ല ഞങ്ങൾ കണ്ടത്. നിഷ്പക്ഷമായിട്ടിരിക്കണം ലാലേട്ടൻ. ആര് അവിടെ ഏത് മത്സരാർത്ഥി, ജിൻഡോയോ മറ്റുള്ള മത്സരാർത്ഥി ആര് തെറ്റ് ചെയ്താലും അവരെ ന്യായീകരിക്കാതെ അവരെ പറയേണ്ടത് പറയണമായിരുന്നു. ഇതൊരു കണ്ടസ്റ്റൻസിനെ മാത്രം എന്ത് തെറ്റ് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യാനും, മുല്ലപ്പൂ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻസിനെ ബാക്കിയുള്ള ആരെന്ത് പറഞ്ഞാലും അവരെ താത്തിക്കെട്ടുക, ഈ രീതിയാണ് ലാലേട്ടൻ നടക്കുന്നത്. ലാലേട്ടനല്ല, ലാലേട്ടനെ നിയന്ത്രിക്കുന്ന ആളുകൾ. ലാലേട്ടന് കാശ് മതി. അതുകൊണ്ടാണ് ഈ ലാലേട്ടൻ ഇപ്പം ഉണ്ടായിരുന്ന ആ ഫാൻസ് വൈസോ അല്ല ഹെയ്റ്റേഴ്സ് കൂടുതലായത് ഈ ബിഗ് ബോസ് വന്നതിന് ശേഷമാണ്. അദ്ദേഹത്തിന് പറ്റിയ പണി അഭിനയം തന്നെയാണ്. ഇതെല്ലാം അറിയാവുന്നതാണ്. സത്യം പറഞ്ഞാൽ മമ്മൂക്കാടെ അടുത്താണ് ആദ്യമേ ഏഷ്യാനെറ്റുകാർ സമീപിച്ചത്. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ ചീത്ത കേൾക്കുന്നത്? പുള്ളി അതുകൊണ്ട് അങ്ങ് മാറിയേച്ച്. അങ്ങനെയാണ് ലാലേട്ടനായിട്ട്. ലാലേട്ടൻ പിന്നെ പൈസ കിട്ടിയ എന്ത് ചെയ്യും? അത് പോട്ടെ, ലാലേട്ടൻ്റെ കാര്യം. നമുക്കിത് പറയാനുള്ള ഒരു പാവം വ്യക്തിനെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ വെറുത്തു പോയ ലാലേട്ടാ. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഇപ്പം വേറൊരു മുല്ലപ്പൂ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻസിൻ്റെ പേര് ഞാൻ മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ആ കണ്ടസ്റ്റൻറ്റിനെ മാത്രം എന്ത് തെറ്റ് കാണിച്ചാലും അവർ ജിൻഡോനെ തല്ലിയാലും അല്ല ചവിട്ടിയാലും ഒന്നും അവരുടെ കണ്ണിലേ ഇല്ല ലാലേട്ടന്. പിന്നെ ലാലേട്ടൻ നിങ്ങൾ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യമുണ്ട്. എന്ത് പറഞ്ഞാലും ജിൻഡോ എന്ത് പറഞ്ഞാലും ഒരുമാതിരി കളിയാക്കുന്ന രീതി സംസാരിക്കുക. അതിനെ ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ജിൻഡോ പറയുന്ന മലയാളം അല്ല ലാലേട്ടാ. ഒരാളെ നമ്മൾ താറടിച്ച് കാണരുത്, ഒരാളെ നമ്മൾ ചെറുതായി കാണരുത്. ഇപ്പം എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉള്ള മനുഷ്യരല്ല. അഖിൽമാരെ പോലെ ജിൻഡോയ്ക്ക് അധികം സംസാരിക്കാനും അറിയില്ല. നിങ്ങളൊക്കെയാണ് ലാലേട്ട ജിൻഡോയെ ഒരുപാട് ഇതാക്കിയത്. ഇപ്പം ലാലേട്ടനെക്കഴിഞ്ഞ് വലിയ നിലയിലെത്തി ജിൻഡോ. അത് ലാലേട്ടൻ മനസ്സിലാക്കിയ കൊള്ളാം. ഇപ്പം മറ്റുള്ളവർ പറഞ്ഞു തന്നാലും ലാലേട്ടനായിട്ട് നിൽക്കണം. എല്ലാവരും നിഷ്പക്ഷമായിട്ട് സ്നേഹിക്കുക. ഉള്ളവരെ എല്ലാവരും വിമർശിക്കേണ്ടടുത്ത് ലാലേട്ടൻ അവരെ നന്നായിട്ട് വിമർശിക്കുക. അല്ലാതെ ആരെന്ത് തെറ്റ് ചെയ്താലും ജിൻഡോയുടെ തൊടലിക്ക് വെച്ചിട്ട് ജിൻഡോനെ മാത്രം കുറ്റക്കാരനാക്കുന്നത് ശരിയല്ല. അരിയാഹാരം കഴിക്കുന്നത് ഞങ്ങളൊക്കെ കാണുന്നുണ്ട് ലാലേട്ട. ഇതൊക്കെ
ഇനിയെങ്കിലും ലാലേട്ടൻ അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.